വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളുവാവ വ്ളോഗ്സ്. അപ്പം ഇന്ന് 2 മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ ജോലിക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഏട്ടനെയും മാളുവാവും അവിടെ അവരെല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങോട്ട് വന്നു. ജോലിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ, 2 മാസം ലീവ് കിട്ടിയതല്ലേ. ഇനി ലീവ് എടുത്തിരുന്ന് ഇനി ശരിയാവില്ലല്ലോ. മാർച്ച് 2-ാം തീയതി ഏട്ടൻ വരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഏട്ടന് വരാൻ പറ്റിയില്ല. അപ്പോൾ 1 മാസം ഡിലേ ആയിട്ടല്ലേ വന്നത്. ഫസ്റ്റ് ആ 2 മാസം കറക്റ്റ് വെക്കേഷൻ്റെ ടൈമിലാണ് കേട്ടോ ഏട്ടന് അവിടെ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സന്തോഷിച്ചു 2 മാസം ഇരിക്കാമല്ലോ എന്ന്. പക്ഷേ നടന്നില്ല. 1 മാസം കറക്റ്റ് 1 മാസം ഇരിക്കാനും പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല. പിന്നെ 9:30 മുതൽ 3:30 വരെയല്ലേ ഉള്ളൂ ജോലി. ഇത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് തന്നെയല്ലേ പോകണത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ജോലി പിന്നെ വീട്ടിലിരിക്കണേക്കാട്ടിലും എനിക്കിഷ്ടം ജോലിക്ക് വരാൻ തന്നെയാണ് കേട്ടോ. വീട്ടിലിരുന്ന് വെറുതെ സമയം കളഞ്ഞിട്ട് എന്താ കാര്യം. അപ്പോൾ ഇന്ന് ഞാൻ ജോലിക്ക് വന്നിരിക്കുകയാണ്. ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാലത്ത് നേരത്തെ എണീക്കണം, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് കുറേ ദിവസമായിട്ട് 8 മണിക്കൊക്കെ ആട്ടോ എണീക്കൽ. അപ്പോൾ എന്തായാലും ഇനി മുതൽ അത് പറ്റില്ല, നേരത്തെ എണീക്കും. പിന്നെ മാളും ഭാവിക്ക് സ്കൂളില്ല എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമായിട്ടോ. അതുകൊണ്ട് പിന്നെ അവരുടെ കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ. പിന്നെ ഏട്ടനുള്ളത് കൊണ്ട് വീട്ടിലെ പണികളൊക്കെ ഏട്ടന് അത്യാവശ്യം ഏട്ടൻ ചെയ്തോളൂ. എന്നുവെച്ചാൽ കറി വയ്ക്കലും കാര്യങ്ങളൊക്കെ. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ചോറ് കൊണ്ടുവന്നു. ഇന്നലത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു, അത് കൂട്ടി ചോറൊക്കെ കൊണ്ടുവന്നു. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ 3700 സബ്ബായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ എനിക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. പറളിയിലാണ്. കല്യാണത്തിന് പോകുന്നില്ല, റിസപ്ഷനാണ് പോണത്. അപ്പോൾ ഞാനിന്ന് വീട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സ് മാറിയിട്ടാണ് വന്നേക്കണത്. റിസപ്ഷന് പോകാനുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നേക്കണത്. ഇനി ഇവിടുന്ന് വീട്ടിൽ പോയിട്ട് പിന്നെ പോകാനുള്ള സമയമില്ല. അപ്പോൾ ഈ വഴി കണ്ടാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഡ്രസ്സ് മാറിയിട്ടാണ് വന്നേക്കണത്. വണ്ടിയാണെങ്കിൽ ചെറിയ പണി കിട്ടിയിരിക്കുക. എൻ്റെ വണ്ടിക്ക് എന്നും കംപ്ലൈൻറ്റായി. ഇന്നിപ്പോൾ വണ്ടി സർവീസിന് കൊടുത്തിരിക്കുക. ഇപ്പോൾ ഏട്ടൻ വിളിച്ചിട്ട് പറയാം 10,500 രൂപ വേണമെന്ന്, വണ്ടി മൊത്തം പണിയാണെന്ന്. അപ്പോൾ ആ ഷോറൂമിലത്തെ ചേട്ടൻ പറയാം അത്രേ, വണ്ടി കൊടുത്തിട്ട് മാറ്റുക നല്ലത്. 4 വർഷമായിട്ടുള്ളൂ വണ്ടി എടുത്തിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. 4 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. വണ്ടിയുടെ അടവ് കഴിഞ്ഞ ഏപ്രിലാണ് വണ്ടിയുടെ അടവ് കഴിഞ്ഞെന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ വെള്ളവുമില്ല. കുറേ ദിവസമായിട്ട് കോളേജ് അടച്ചിട്ടേക്കല്ലേ. ഇപ്പോൾ വെള്ളംകാരനെ വിളിച്ചപ്പോൾ വെള്ളംകാരൻ ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ലീവാണ്, കുറച്ച് നേരം വൈകും പറഞ്ഞു. അപ്പോൾ ഞാൻ താഴെ പോയിട്ട് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ച് ഒരു സർബത്തും കുടിച്ചിട്ട് വന്നു കേട്ടോ. അല്ലാതെ രക്ഷയില്ല, അവിടെ ഇരിക്കാൻ പറ്റില്ല. ഇവിടെ മൊത്തം ഷീറ്റായതുകൊണ്ട് ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒറ്റയ്ക്കുമല്ലേ, വെറുതെ ഇരിക്കുമ്പോൾ ബോറടിക്കുക. ഒറ്റയ്ക്കായതുകൊണ്ടൊരു സുഖമില്ല. കുട്ടികളൊക്കെ വന്നു തുടങ്ങിയാലാണ് നല്ല രസം. ഇപ്പോൾ ഈ 1 മാസം എന്തായാലും ഞാനിവിടെ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. ഇടയ്ക്കൊക്കെ മേഡമൊക്കെ വരും. പിന്നെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന ആരെങ്കിലുമൊക്കെ വരണം, അല്ലെങ്കിൽ ഇവിടെ ആരും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുട്ടികളെ ഏട്ടനെയൊക്കെ നന്നായി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ 2-3 പ്രാവശ്യം വിളിച്ചു, അമ്മ ഒറ്റയ്ക്ക് ഒരു സുഖമില്ല അമ്മയില്ലാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കേട്ടോ. അവർ എന്താ ചെയ്യുക, നമുക്ക് ജോലിക്ക് വരാതിരിക്കാൻ പറ്റില്ല. ജോലി നമ്മുടെ ജീവിത മാർഗ്ഗമല്ലേ. അങ്ങനെ പിന്നെ എല്ലാ ദിവസവും 9 to 11 മണി വരെ ഞാൻ ലൈവ് ഇടുന്നുണ്ട്. എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ടും നമുക്ക് കുറേ സബ്ബും ഒക്കെ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് അത് നടക്കുകയുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നല്ല രീതിയിൽ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. 1 മാസം നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി. നെക്സ്റ്റ് മന്ത് കിട്ടിയില്ല കേട്ടോ. ഡോളർ കംപ്ലീറ്റ് ആയില്ല. $100 ആയാലും നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ പറ്റുള്ളൂ. $100 ആക്കാൻ പറ്റിയില്ല. അത് സാരമില്ല, എല്ലാ മാസവും നമുക്ക് കിട്ടണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും പിറ്റത്തെ മാസം നമുക്ക് അത് നേടിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ പരിശ്രമിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ സപ്പോർട്ട് മെയിനാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ടാറ്റാ, ബൈ ബൈ.